BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം. ജനങ്ങൾ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം സിറിയയിലെ ബഹ്റൈൻ എംബസിയും വ്യക്തമാക്കി. ലബനനിലെ പ്രാദേശിക അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ ലബനനിലുള്ള ബഹ്റൈൻ പൗരന്മാരോട് ഉടൻ അവിടെ നിന്നും പോകണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ സഹായം അഭ്യർത്ഥിക്കുന്നതിനായി ഡമാസ്കസിലെ ബഹ്റൈൻ എംബസിയെ ബന്ധപ്പെടാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിലെ ഈ വർഷത്തെ വിദ്യാരംഭം വിജയദശമി ദിനമായ ഒക്ടോബർ 13 ഞായറാഴ്ച രാവിലെ 5:30 ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. പ്രമുഖ പോലീസ് ഓഫീസറും കലാകാരനുമായ S. ശ്രീജിത്ത് IPS ആണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാനായി എത്തിച്ചേരുന്നത്. വിദ്യാരംഭത്തിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ സമാജത്തിൽ ആരംഭിച്ചതായും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിനയ് ചന്ദ്രൻ നായർ, രജിത ആനി എന്നിവരുമായി ബന്ധപ്പെടാം. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ISP APJ ഇന്റർ ജൂനിയർ സ്കൂൾ സയൻസ് ക്വസ്റ്റ് 5ാം സീസണിൽ 18 ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. പ്രാഥമിക റൗണ്ട് കഴിഞ്ഞ ദിവസം ജൂനിയർ വിംഗ് ഓഡിറ്റോറിയത്തിൽ നടന്നിരുന്നു. പ്രാഥമിക റൗണ്ടിൽ ബഹ്റൈനിലെ 13 സ്കൂളുകളെ പ്രതിനിധീകരിച്ച 37 ടീമുകൾ പങ്കെടുത്തു. പ്രീ ഫൈനൽ റൗണ്ടുകൾ ഒക്ടോബർ 5 ശനിയാഴ്ചയും ഫൈനൽ ഒക്ടോബർ 18 നടക്കും. ക്വിസ് മാസ്റ്റർ ശരത് മേനോൻ പരിപാടി നയിച്ചു. പ്രാഥമിക റൗണ്ടിൽ സജീവമായി പങ്കെടുത്ത കുട്ടികളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V. രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സെവിയർ, വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി എന്നിവർ അഭിനന്ദിച്ചു. മലപ്പുറം ജില്ലയെക്കുറിച്ച് BJPക്കും മുഖ്യമന്ത്രിക്കും ഒരേ സ്വരമാണെന്ന് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കരിപ്പൂർ എയർപോർട്ട് വഴി മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല യാത്ര ചെയ്യുന്നത്, മറ്റ് ജില്ലകളിലുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും കരിപ്പൂർ വഴി യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ളതാണെന്നും OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് റംഷാദ് അയിലക്കാട്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പടിക്കൽ എന്നിവർ പ്രസ്താവനയിലൂടെ അഭിപ്രായപ്പെട്ടു. UAE-യിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ സെക്ടറുകളിലേക്ക് 129 ദിർഹം വീതം മാത്രം ഈടാക്കി 5 ലക്ഷം വിമാന ടിക്കറ്റുകൾ നൽകുമെന്ന് എയർ അറേബ്യ പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് അടുത്ത മാർച്ച് 1 മുതൽ ഒക്ടോബർ 25 വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യാം. സ്കൂൾ അവധിക്കാലത്തെ യാത്രകൾക്ക് നിരക്കിളവ് പ്രയോജനകരമായേക്കുമെന്നും എയർ അറേബ്യയുടെ ഷാർജ, അബുദാബി, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളിൽ ഇളവ് ബാധകമാണെന്നും എയർ അറേബ്യ അറിയിച്ചു. മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്, ജയ്പൂർ, നാഗ്പൂർ, കൊൽക്കത്ത, ഗോവ, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ തുടങ്ങിയവയാണ് ഇളവ് ലഭിക്കുന്ന മറ്റ് ഇന്ത്യൻ സെക്ടറുകൾ. വിവിധ രാജ്യങ്ങളിലേക്കായി 200ഓളം സർവീസുകളാണ് എയർ അറേബ്യ നടത്തിവരുന്നത്. ഓരോ സെക്ടറുകളിലെയും നിശ്ചിത ശതമാനം ടിക്കറ്റുകൾക്കാണ് ഇളവ് നൽകുന്നത്. ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം ശക്തമായ ലബനാനിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അബുദൈവി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ലബനാൻ ജനതയ്ക്കുള്ള GCCയുടെ അചഞ്ചലമായ പിന്തുണയും ലബനന്റെ പരമാധികാരം, സുരക്ഷാ സ്ഥിരത എന്നിവയോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു. ലബനീസ് ഇസ്രായേൽ അതിർത്തിയിൽ സൈനിക നീക്കം ഒഴിവാക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനും സ്വയം സംയമനം പാലിക്കാനും പ്രാദേശിക സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും മേഖലയിൽ അക്രമം വ്യാപിക്കുന്നത് തടയാനും അൽ ബുദൈവി ഇരു രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദാഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു ദിനപത്രം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം PR ഏജൻസി പറഞ്ഞ് ഉൾപ്പെടുത്തിയ ഭാഗമാണെന്ന് ദ ഹിന്ദുവിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് വിശദീകരിച്ച് PR പ്രതിനിധി നൽകിയ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തള്ളിയത്. ദ ഹിന്ദു പ്രതിനിധി 30 മിനിറ്റ് മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്തിരുന്നുവെന്നും ദ ഹിന്ദു വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം വാഗ്ദാനം ചെയ്തത് PR ഏജൻസിയാണെന്ന് ഹിന്ദു ദിനപത്രത്തിന്റെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. അഭിമുഖം നടക്കുന്ന സമയം മുഖ്യമന്ത്രി PR ഏജൻസിയുടെ 2 പ്രതിനിധികളും ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾ എന്നിവ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല. സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് PR ഏജൻസിയാണെന്നും ദ ഹിന്ദു വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പത്രാധിപർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ദ ഹിന്ദു വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വൻ പ്രതിഷേധം തുടങ്ങുന്നതിനിടെയാണ് ഹിന്ദുവിന്റെ ഖേദ പ്രകടനം.
സിനിമയിൽ പുരുഷ മേധാവിത്വം എന്ന നടി പത്മപ്രിയ സിനിമകളിൽ പുരുഷ കേന്ദ്രീകൃത കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും നടി പറഞ്ഞു. ഓരോ സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ല. തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലിയെന്നും നടി പറയുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇല്ലെന്നും നടി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പുറത്തുവിടാതിരുന്നതിന് സർക്കാർ മറുപടി പറയണമെന്നും താരം തുറന്നടിച്ചു. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും താരം വ്യക്തമാക്കി. അമ്മ എന്ന താരസംഘടനയ്ക്ക് തലയും നട്ടെല്ലുമില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. കുടിശ്ശികയെ തുടർന്ന് RC ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി അനിശ്ചിതത്വത്തിലായതോടെ പ്രതിസന്ധി മറികടക്കാൻ പ്രിന്റിംഗ് അവസാനിപ്പിക്കുന്നു. കാർഡ് രൂപത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം രേഖകൾ ഡിജിറ്റൽ സ്വഭാവത്തിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനാണ് നിർദ്ദേശം. ടെസ്റ്റ് പാസ്സാകുന്ന ദിവസം തന്നെ ലൈസൻസ് ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്യും. പരിശോധനാ സമയങ്ങളിൽ ഡിജിറ്റൽ പകർപ്പ് ഹാജരാക്കിയാൽ മതി. ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാകും ഇനി കാർഡുകൾ നൽകുക. ഇതിന് സ്വന്തം നിലയ്ക്ക് അച്ചടി ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. കാർഡ് വേണ്ടവർ 200 രൂപ അടയ്ക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായ പരിവാഹൻ, ഡിജി ലോക്കർ എന്നിവയിൽ RC ലൈസൻസ് ഡിജിറ്റൽ പ്രിന്റ് ലഭിക്കും. ഇതിന് അസലിന്റെ നിയമസാധ്യതയുണ്ടാകും. ഈ ആപ്പുകൾ സ്മാർട്ട് ഫോണുകളിലാണ് ലഭിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർക്ക് ഡിജിറ്റൽ ലൈസൻസിന്റെ QR കോഡുള്ള ഭാഗം പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രേഖയുടെ സാധുത തിരിച്ചറിയാനാകും. ആദ്യഘട്ടമായി ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടിയാണ് അവസാനിപ്പിക്കുക. അടുത്ത ഘട്ടത്തിൽ RC പ്രിന്റിംഗും. അച്ചടി മുടങ്ങിയതോടെ 5 ലക്ഷം RCക്കുള്ള അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷകൾ 1.30 ലക്ഷവും കാർഡിനുള്ള തുക തപാൽ ഫീസ് സഹിതം മോട്ടോർ വാഹന വകുപ്പ് അപേക്ഷകരിൽ നിന്ന് ഈടാക്കിയിരുന്നെങ്കിലും കരാർ കമ്പനിക്ക് അച്ചടി കൂലി നൽകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. 10 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് അച്ചടി നിർത്തിയത്. ആവശ്യപ്പെടുന്നവർക്കായി അച്ചടിക്കുന്ന കാർഡുകൾ KSRTCയുടെ പാർസൽ വിതരണ സംവിധാനം വഴി അപേക്ഷകരുടെ വീട്ടിലെത്തും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മുഴുവൻ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ഒക്ടോബർ 11 അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. 10 പൊതുവെപ്പ് നടത്തുന്ന സാഹചര്യത്തിലാണ് 11 അവധി നൽകുന്നത്. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ഇല്ലാതെയുള്ള പ്രാക്ടീസ് കുറ്റകരമാണെന്ന് മന്ത്രി വീണ ജോർജ്. നിലവിലുള്ള നിയമമനുസരിച്ച് മാത്രമേ സംസ്ഥാനത്ത് പ്രാക്ടീസ് നടത്താൻ പാടുള്ളൂ. 2021 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നിയമപ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്തവർ പ്രാക്ടീസ് ചെയ്യുന്നത് കുറ്റകരമാണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ നിശ്ചിത യോഗ്യതയുള്ളവരാണെന്നും രജിസ്റ്റർ ചെയ്തവരാണെന്നും ഉറപ്പുവരുത്തേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. കോഴിക്കോട് നടന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമപരമായി സാധ്യതമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പാക്കുന്നതിലെ സ്റ്റേ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. ഇന്നും കോടതിയിൽ കേസ് ഉണ്ടാകും. ജോലിക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് ആവശ്യമായ യോഗ്യതയുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് മാനേജ്മെന്റുകൾ ഉറപ്പാക്കണം. സർക്കാർ സർവീസിൽ ഈ കർത്തവ്യം PSCയാണ് നിർവഹിക്കുന്നത്. നിയമനാധികാരികൾക്ക് ഉറപ്പുവരുത്തുന്നു. അതേസമയം രോഗികളെയും ഒപ്പമുള്ളവരെയും സംബന്ധിച്ച് ഇങ്ങനെ പരിശോധിക്കാൻ സാധിക്കുന്നതല്ല. കൊല്ലത്ത് വ്യാജ ഗൈനക്കോളജി സർട്ടിഫിക്കറ്റുമായി ഒരു ഡോക്ടർ നടത്തിയ ചികിത്സയെ തുടർന്ന് 2019 യുവതി മരിച്ച സംഭവത്തിൽ ഫയൽ മുമ്പിലെത്തിയപ്പോഴാണ് ഡോക്ടർ രജിസ്ട്രേഷനുള്ളയാളാണോ എന്നറിയുന്നതിന് പൊതുസമൂഹത്തിനും ഒരു സംവിധാനം ആവശ്യമാണെന്ന് ചിന്തിച്ചത്. സംസ്ഥാന മെഡിക്കൽ കൗൺസിലിനോട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റേർഡ് ഡോക്ടർമാരുടെ പേര് മെഡിക്കൽ കൗൺസിൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കൗൺസിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.